സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. പെട്ടെന്നൊരു തീരുമാനമാണ്, നമ്മൾ സ്ട്രെയിറ്റ് അവേ അച്ചൻകോവിലേക്ക് പോവാണ്. താർ സിയാഡി ഉണ്ട്, വണ്ടിയിൽ ഫാമിലിയാണ്. ചേച്ചി അതിന്റെ ടോപ്പിൽ എണീറ്റൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ സൺറൂഫൊക്കെ ഓപ്പൺ ആക്കി. ഞാൻ ആദ്യമേ ഈ വഴി അങ്ങോട്ട് പോയായിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്ന പോലെ തന്നെ ഇവിടെ നേരെ പോയി. പക്ഷേ അവിടെ ഇപ്പോൾ പുതിയൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഈ വഴി നേരെ തിരിച്ചു പോയിട്ട് ഫസ്റ്റ് നമ്മുടെ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ടോക്കൺ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ ടോക്കൺ നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കാട്ടിലോട്ട് ഒഫീഷ്യലി എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും വണ്ടിയുടെ നമ്പറും ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഫോറസ്റ്റിന്റെ ഒരു സ്റ്റാമ്പ്, ഇന്നത്തെ ഡേറ്റ്. ഇതാണ് നമ്മുടെ പാസ് എന്ന് പറയുന്നത്. വണ്ടിക്കകത്തിൽ എല്ലാവരും ഇരിപ്പുണ്ട്, അമ്മ, ചേച്ചി എല്ലാവരും ഇരിപ്പുണ്ട്. സെറ്റല്ലേ 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 സോ അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോയെന്നും നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലൈമറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സണ്ണി ഡേ ആണ്. ഇന്ന് മഴയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആനിമൽസിനെ എന്തോരം സ്പോട്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ചേച്ചി സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കയറുന്ന ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ കാട്ടിക്കൂടെ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് ഓടി വന്നപ്പോൾ ദൂരത്ത് നമുക്ക് ആ ചെക്ക് പോസ്റ്റ് നമുക്ക് ദൂരെ കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് പാസ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി അച്ചൻകോവിൽ കാട്ടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുവാണ്. ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോകമായി വന്നുകൊണ്ടിരിക്കുക. വളരെ പതിക്കെ മാത്രമേ നമുക്ക് വാഹനം ഓടിച്ചതിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ മുന്നിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നു. റോഡിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു. ഒരു റിവറിൻ്റെ വ്യൂ ഒക്കെയാണ് ഈ ഭാഗത്ത്. ഇതിലെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാറുള്ളൂ. നമുക്കിനി ഈ റൂട്ടാണ് മുന്നേക്ക് പോകാനുള്ളത്. കാടിൻ്റെ മഞ്ഞതയുടെ ഭയങ്കര സൗണ്ടാണ് നമുക്ക് ചുറ്റുപാടൊന്നും കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. റിവറിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് എല്ലാവരും അമ്മയൊക്കെ അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അമ്മ, ചേച്ചി, മീനാക്ഷി എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. വെഹിക്കിൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ സൈഡിലത്തെ വ്യൂവും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ് നമുക്കിവിടെ. കുറച്ച് ഒരു ഓപ്പൺ ഏരിയ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മേളിലേക്ക് അങ്ങനെ ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് ആണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം, നമുക്ക് വല്ല ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. മുന്നിലേക്ക് വരുന്ന വഴി മുഴുവൻ ആനപ്പിണ്ടമാണ്. പിന്നെ ഈ സൈഡൊക്കെ നോക്കിയാൽ കാണാം, ഇവിടെ ഫുൾ എലിഫൻ്റ് ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ നിറയെ എലിഫൻ്റ് ആക്ടിവിറ്റീസാണ്. പക്ഷേ നമ്മൾ ഇതുവരെ നമുക്കൊരു ആനയെപ്പോലും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ദൂരത്ത് നോക്കിയാൽ മതി, അവിടെയും ആനപ്പിണ്ടം നമുക്ക് കാണാൻ പറ്റും. നമ്മളീ വരുന്ന വഴി മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സൈഡ് മുഴുവൻ ആന വന്ന് മെതിച്ച് വെച്ചിട്ട് പോയിക്കുക. ഹായ്, ആനപ്പിണ്ടം കണ്ടോ? ആനപ്പിണ്ടം കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആണ് ഈ കാണുന്ന മയിൽ കേട്ടോ. നോർമലി നമ്മൾ ഇതിലേ പോകുമ്പം കുറേ മയിലിനെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ മയിലാണ് ഈ കാണുന്നത്. അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാം. ഓക്കെ, ബൈ. സോ അങ്ങനെ നമ്മൾ കാട്ടിക്കൂടെ വന്ന് നമ്മൾ എത്തിച്ചേർന്ന ഒരു ലൊക്കേഷൻ നോക്കി. അതായത് റോഡ് ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് രണ്ട് സൈഡിലും പച്ചിപ്പ്. ഈ സൈഡിൽ തേക്കിൻ്റെ കാടുകളും ഇപ്പുറ സൈഡിലും തേക്കിൻ്റെ പ്ലാന്റേഷനാണ്. കുറച്ചുകൂടെ നമുക്ക് പോകാനുണ്ട്. ഇവിടുന്ന് അച്ചൻകോവിൽ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. ഒരു 5-6 കിലോമീറ്ററോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചൻകോവിൽ ടെമ്പിളിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ മേക്കര ഡാം ഒക്കെ ഉണ്ട്. അതായത് അത് തമിഴ്നാടാണ്. അവിടെ നമുക്ക് തെങ്കാശി ഇറങ്ങാൻ പറ്റും. അപ്പം ഈ റോഡ് നേരെ തമിഴ്നാട്ടിലേക്കാണ്. നമ്മൾ ഈ വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത്യാവശ്യം നല്ല സണ്ണി ആയിട്ട് ഉള്ള ഒരു ദിവസമാണ്. അത് നോക്കി കാട്ട് നടുക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ റോഡാണ് ഈ കാണുന്നത്. ഇത്ര നേരം നമ്മൾ ഭയങ്കര കുഴിയിലൂടെയൊക്കെയാണ് വണ്ടി ഓടിച്ച് ചാടി വന്നത്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.
സമയം വൈകുന്നേരം ഏകദേശം 4:15 ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മയിലിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ റോഡിൽ നിറച്ചും മയിലിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതുവരെ. ഏകദേശം അച്ചൻകോവിൽ അടുക്കാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ആ പീലിയും കൂടെ ഒന്ന് വിടർത്തി കാണിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും നമുക്ക് ഭാഗ്യമില്ല. എന്തായാലും ഇവിടുന്ന് പതുക്കെ മുന്നോട്ട് പോയി നോക്കാം. ആ മയിലിനെ കണ്ട് ഒരു 30 സെക്കൻഡ് പോലും തികഞ്ഞില്ല. ദേ അടുത്ത മയിലിനെ നമ്മൾ തൊട്ട് മുന്നിൽ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് മയിലിനെ മാത്രം കാണാനുള്ള ഒരു ഭാഗ്യമുള്ളെന്ന് തോന്നുന്നു. ഇതിൻ്റെ പീലിയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ദേ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചുറ്റുമല്ല സോറി സൈഡിൽ വീണ്ടും മയിൽ വന്നു. സോ ഫൈനലി ഗൈസ്, അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ എത്തിയിരിക്കുവാണ്. അച്ചൻകോവിൽ എത്തിയിട്ട് കിടലൻ ഒരു ആക്ടിവിറ്റിയിലാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇവിടുത്തെ പുഴയിലോട്ട് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ജീപ്പ് ദേ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അതിലൊക്കെ നിറയെ മീനുകളാട്ടോ. അവിടുന്ന് നല്ല കിടിലൊരു ലൈറ്റ്, അവിടുന്ന് കിടിലൊരു ലൈറ്റൊക്കെ വരുന്നുണ്ട്. ആ ഒരു ലൈറ്റൊക്കെ ഇതേ ഈ റിവറിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല വ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു പിക്കപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ അമ്മയും ചേച്ചിയും മീനാക്ഷി എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ അതിൽ കുളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റോഡ് അതിലെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ചിലപ്പോൾ ഞാൻ ജീപ്പ് എടുത്ത് ഇതിൻ്റെ അത് ഇറക്കുമായിരിക്കും, അറിയില്ല. എന്തായാലും ഇവിടെ ഒന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. യോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മൾ വെള്ളത്തിലിറങ്ങിയിരിക്കുവാണ്. അത്യാവശ്യം ഇവിടെ നല്ല താഴ്ചയുണ്ട്. അവിടെ വലിയ താഴ്ചയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ജീപ്പ് ദേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയൊക്കെ അവിടെ മീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ ഇതാ ആ ഭാഗത്ത് വന്നിട്ട് നമുക്ക് റോഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. കുറച്ചിങ്ങ് ബാക്കിലായിട്ടാണ് റോഡ്, കുറച്ച് സൈഡിലായിട്ടാണ്. ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ പോലീസിനെയും ഫോറസ്റ്റിനെയും ഒക്കെ കണ്ടുപിടിച്ച് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബൈക്കൊക്കെ ഇവിടെ ഇറക്കി അങ്ങനെ കുറേ ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് വണ്ടിക്ക് പണി കിട്ടിയായിരുന്നു. വെള്ളം കയറിയിട്ട് ഒരു ഹിമാലയൻ റിക്കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് പോയത്. സോ വെള്ളത്തിലെ കാഴ്ച ഇതാണ്. ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ജീപ്പ് ദേ അവിടെ കിടക്കുന്നു. ജീപ്പ് കിടക്കുന്ന വ്യൂ കാണാൻ ഭയങ്കര രസം കേട്ടോ. കാരണം അവിടുന്ന് ബാക്കിൽ നിന്ന് സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഞാനിപ്പോൾ വൈഡിലിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ജീപ്പ് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ജീപ്പിൻ്റെ അകത്തെല്ലാം വെള്ളം കയറും. ഇവിടോട്ട് ഇറക്കി കഴിഞ്ഞാലേ ജീപ്പിൻ്റെ അകത്തെല്ലാം വെള്ളം കയറും. പിന്നെ പൊക്കത്താണ്, നല്ല ഹൈറ്റിലാണ്. അങ്ങനെ വെള്ളം കയറുമെന്നല്ല, ഞാൻ ചവിട്ടി അതിൻ്റെ അകത്തെല്ലാം വെള്ളം കയറും. അപ്പോൾ മാറ്റമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമാവും. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ അത് വെള്ളത്തിൻ്റെ അത് ഇറങ്ങുന്നില്ല. ഇപ്പം എൻ്റെ കുറച്ച് കലാപരിപാടികൾ ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് സ്വിമ്മിങ്. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിം ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് ഡെപ്ത് കൂടുതൽ. അങ്ങോട്ട് അമ്മയൊക്കെ നിൽക്കുന്നിടത്ത് ഡെപ്ത് ഭയങ്കര കുറവാണ് കേട്ടോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ അച്ചൻകോവിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഞാൻ പറയല്ലേ, നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ അവിടെ പോലീസിനെയും ഫോറസ്റ്റിനെയൊക്കെ പറ്റിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ നമ്മൾ കേരള ബോർഡർ കടന്നിട്ട് തമിഴ്നാട്ടിലെത്തിയിരിക്കുവാണ്. നമ്മൾ ആ മല ഒക്കെ ഇറങ്ങിയാണ് നമ്മൾ താഴെ എത്തിയേക്കുന്നത്. ഭയങ്കര വിൻഡിയാണ് കേട്ടോ. വിൻഡി ആയതുകൊണ്ട് നമുക്ക് എന്തോരം മൈക്കിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്, മേക്കര ഡാം എന്ന് പറയും. നമ്മൾ ഈ വഴി എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഭംഗി കണ്ടിട്ട് ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നു കപ്പലണ്ടിയുടെ കൃഷിയാണെന്ന് തോന്നുന്നു ഇവിടെ. അവിടെ കപ്പക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. അവിടെ ഒരു ഷെഡ് കണ്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ മല കാരണം ഇങ്ങോട്ട് സൺലൈറ്റ് അധികം വരത്തില്ല. ഏകദേശം 6 മണിയോളം ആയിട്ടുണ്ട്. കുറച്ച് സൺലൈറ്റ് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളി ആയേനേം കാഴ്ചകൾ. അങ്ങ് ദൂരത്ത് നമുക്ക് ഡാം കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഡാമിലെ വെള്ളം മൺസൂൺ ടൈമിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു വ്യൂ ഉണ്ട്. ഞാനത് ഈ വീഡിയോയുടെ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ആ ഭാഗത്തു നിന്ന് എന്തോ നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു വ്യൂ കിട്ടുന്നത്. അത് ഇതുവഴിയാണ് ആ വെള്ളം ഓപ്പൺ ചെയ്ത് വിടുന്നത്. ഇതിലെ ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ ഈ റോഡിൽ കൂടെ ഒക്കെ ആയിരിക്കും പിന്നെ വെള്ളം പോകുന്നത്. ഇപ്പൊ ഫുൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും ഭയങ്കര വിൻഡ് ആട്ടോ. ഭയങ്കര വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിൻഡാണ്. ചിലപ്പം ഈ മൈക്കിന്റെ അതിലൊന്നും കേൾക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. ആ മുകളിൽ കാണുന്ന മലയുടെ അപ്പുറം എല്ലാം കേരളമാണ്.
നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പം കയറാനുള്ള ആക്സസ് ഇല്ല, കാരണം 6 മണിക്ക് ശേഷം ആൾക്കാരെ ആരെയും മുകളിലോട്ട് കയറ്റി വിടത്തില്ല. സോ നമ്മൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അച്ചൻകോവിൽ വരെ വന്നപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നമ്മൾ മേക്കര വരെ എത്തിയാണ്. അങ്ങനെ ഡാമിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് അതിനേക്കാട്ടിലും വ്യൂ ഉള്ള ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മേക്കരയിലെ ശേഖരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ജീപ്പും കൂടെ ഇങ്ങ് ഇറക്കിക്കൊണ്ട് പോകുന്നു. ഇനി ഒരടിയും കൂടെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് കണ്ടത്തിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ജീപ്പ് ഇപ്പോൾ പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ ദൂരത്തൊരു ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പാടത്തൂടെ ഒന്ന് വെറുതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വിൻഡാണ്. അതുകൊണ്ട് എന്തോരം കേൾക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ സംസാരം കുറച്ചിട്ട് നിങ്ങൾക്ക് വ്യൂസ് ഇവിടുത്തെ കാണിച്ചു തരാം. പാടമൊക്കെ ഉഴുത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അടുത്ത നെല്ല് വിതയ്ക്കാനും ഒക്കെ ആയിട്ടാണ് പാടം ഇങ്ങനെ ഉഴുത് സെറ്റാക്കി വെച്ചേക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്ന് കാണിച്ചു തരാം എന്താ ഇവിടുത്തെ വ്യൂ എന്ന് നമുക്ക് നോക്കാലോ. എന്നെ കൂടെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത് കേട്ടോ. പക്ഷെ ഇവിടുത്തെ വ്യൂവിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മുടെ അത് കേരള ഭാഗത്തു നിന്നാണ്. ഈ മൗണ്ടൻസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് നമുക്ക് സൺലൈറ്റ് ഒരു 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് കിട്ടത്തില്ല. അപ്പുറത്തെ ഭാഗം കേരളമാണ്. അവിടുന്ന് ചെറിയ രീതിയിലുള്ള ഗോൾഡൻ ലൈറ്റും കാര്യങ്ങളും ഒക്കെ താഴോട്ട് വരുന്നുണ്ട്. എന്തായാലും ആ ഒരു വെട്ടത്തിൽ ഇവിടെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതാണ് മേക്കര. നമ്മളിവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. സോ ഫോട്ടോസ് ഒക്കെ എടുത്ത് ലേറ്റ് ആയി, നേരം ഭയങ്കര സന്ധ്യയായി. നമുക്ക് ആ കാണുന്ന ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ കാണുന്ന ക്ഷേത്രത്തിൽ ഇപ്പം 6:45 ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇന്ന് പോകുന്നില്ല. നമ്മൾ നേരെ തിരിച്ച് ഈ വന്ന റൂട്ട് തന്നെ കയറി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം എന്തായാലും പ്ലാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഞാൻ പറയാം. ഇനിയും ഈ മല കയറി നമ്മൾ നേരെ അച്ചൻകോവിൽ എന്നിട്ട് ആ വഴി തിരിച്ച് ഇറങ്ങി പോകുന്നതായിരിക്കും. വന്ന് നല്ല രാത്രിയായി കേട്ടോ. ഇതാണ് മേക്കരയിലെ പ്രശസ്തമായ ആ ഒരു റോഡും സൈഡിലത്തെ പാടവും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഇത് നോക്കി. അപ്പോൾ നമ്മുടെ വെഹിക്കിള് ഇവിടെ ജീപ്പ് വിട്ടിട്ടുണ്ട്. ക്ലൗഡ്സ് ഒക്കെ താഴോട്ടിറങ്ങിയായിരുന്നു. അപ്പം ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഈ വന്ന വഴി തന്നെ ആയിരിക്കും, ഈ മല കയറി ഇറങ്ങിയായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.